بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين القاعدة العثمانية عثماني قاعدة ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇഖ്ഫായിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇഖ്ഫായിനെ സംബന്ധിച്ച് നാം പറഞ്ഞു. എന്നാൽ ഇഖ്ഫായിൽ അതിൻ്റെ 15 അക്ഷരങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട 5 അക്ഷരങ്ങളാണ് ഇന്ന് നാം പറയുന്നത്. അഥവാ ഖായിദയിലേക്ക് ശ്രദ്ധിക്കുക. ഇസ്തിഅലാഇന്റെ 5 അക്ഷരങ്ങളായ തോ, സോദ്, ഖാഫ്, ളാദ്, ളാ എന്നിവയെ കനപ്പിച്ചാണ് മണിക്കേണ്ടത്. ഇസ്തിഅലാഇന്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞ് ചില അക്ഷരങ്ങളുണ്ട്. അത് സിഫത്ത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ശേഷം സിഫത്തിനെ കുറിച്ചുള്ള ക്ലാസ് പാഠങ്ങൾ വരുന്നുണ്ട്. അവിടെ നമുക്ക് കൂടുതൽ വിശദമായി മനസ്സിലാക്കാം. അപ്പോൾ ഇസ്തിഅലാഇന്റെ ഹർഫുകൾ ഇഖ്ഫാഇന്റെ അക്ഷരങ്ങളിൽ വരുന്ന സ്ഥലങ്ങളിൽ അല്പം കൂടി ഖനപ്പിച്ചുകൊണ്ട് മണിക്കേണ്ടതാണ്. ഉദാഹരണത്തിലേക്ക് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ അക്ഷരം തോ. ഉദാഹരണം മന്തിഖത്ത്. പാരായണം മന്തിഖത്ത്. തോ അല്പം ഗൗരവമുള്ള ഹർഫായതിനാൽ മണിക്കലിലും ആ ഗൗരവം ഉണ്ടാകണം. മന്തിഖത്ത്. അടുത്ത ഉദാഹരണം ഫഅമ്മാ മൻ തോ. അവിടെയും സാക്കിനായ നൂനിന് ശേഷം തോ വന്നു. പാരായണം ഫഅമ്മാ മൻ തോ. തൻവീന് ശേഷം ലൈലൻ എന്ന തൻവീന് ശേഷം തവീല തോ വന്നു. പാരായണം ലൈലൻ തവീല ലൈലൻ തവീല. അടുത്ത അക്ഷരം സാദ്. അൻസാറ വലമൻ സബർ അമലൻ സാലിഹ. അടുത്ത അക്ഷരം ഖാഫ്. വയൻഖലിബ് മിൻ ഖുർആൻ അദാബൻ ഖരീബ. അടുത്ത അക്ഷരം ളാദ്. മൻളൂദ് മൻളല്ല മൻളൽ ലികുല്ലിൻ ളിഅഫ്. അടുത്ത അക്ഷരം ളാ. യൻളുറൂൻ മിൻ ളഹീർ ളില്ലൻ ളലീല. ഇനി മുസ്ഹഫിലെ അടയാളങ്ങളാണ്. അലാമത്തു ഇഖ്ഫാഇൻ നൂനി സാകിനതി വത്തൻവീൻ. സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ഇഖ്ഫാഇന്റെ അടയാളങ്ങൾ വന്നതിൻ്റെ സൂചനകൾ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നൂനിൽ സുക്കൂനിന്റെ ചിഹ്നം ഇല്ലാതിരിക്കുകയോ തൻവീൻ തുടരെയായി സമമായി അല്ലാതെ തുടരെയായി വരികയോ ചെയ്യുന്നതോടൊപ്പം ശേഷമുള്ള അക്ഷരത്തിന് ഷദ്ദില്ലാതിരിക്കുകയും ചെയ്യലാണ് ഇഖ്ഫാഇന്റെ അടയാളം. ഖുർആനിലെ സൂചനകൾ. ഉദാഹരണം ശ്രദ്ധിക്കുക. അൻ കാന അൻകാൻ. ഇവിടെ നൂനിന് സുക്കൂൻ ഉണ്ടാവുകയില്ല. മറ്റൊരു ഉദാഹരണം മിൻ ഖബിൽ മിൻ ഖബിൽ. അവിടെയും സുക്കൂൻ ഇല്ല. തൻവീന് ശേഷമുള്ള ഉദാഹരണം അമലൻ സാലിഹ.
അമലൻ സാലിഹ. ഇവിടെ സമമായി രൂപത്തിൽ തൻവീൻ വരാതെ തുടരെയായി മുമ്പോട്ടും ബാക്കോട്ടും ഹറക്കത്തുകൾ തെറ്റി നിൽക്കുന്ന രൂപത്തിലായിരിക്കും തൻവീൻ വരിക. മറ്റൊരു ഉദാഹരണം, കിതാബുൻ കരീം. ഇവിടെയും വമ്മ തൻവീൻ തുടരെ വന്ന രൂപത്തിലാണ് ഉണ്ടാവുക.